നമസ്കാരം. ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താരജോഡികളാണ് ഐശ്വര്യ റായിയും അഭിഷേക് ബച്ചനും. ഇരുവരുടെയും അഭിമുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട്. എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയായിരുന്നു അഭിഷേകും ഐശ്വര്യയും. എന്നാൽ നടി അഭിഷേക് ബച്ചന്റെ വീട്ടുകാരുമായി അകൽച്ചയിലാണെന്ന് അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വീണിട്ടുണ്ട്. ഇതുവരെ ഇത്തരം വാർത്തകളോട് താരങ്ങളോ ബച്ചൻ കുടുംബത്തിലെ മറ്റാരെങ്കിലോ പ്രതികരിച്ചിട്ടില്ല. വിവാഹശേഷവും അഭിനയ രംഗത്ത് ഐശ്വര്യ സജീവമായിരുന്നു. എന്നാൽ മകൾ ആരാധ്യ ബച്ചൻ പിറന്നതോടെ മകളിലേക്കായി ഐശ്വര്യയുടെ പൂർണ്ണ ശ്രദ്ധ. പിന്നീട് ഇടയ്ക്ക് 1-2 സിനിമകൾ ചെയ്തെങ്കിലും മകളെ പിരിഞ്ഞിരിക്കാൻ ഐശ്വര്യ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നില്ല. മകളുടെ കാര്യങ്ങൾ നോക്കുന്ന തിരക്കിലേക്കായി നടി. എന്നിരുന്നാലും കഥകൾ കേൾക്കുകയും നല്ല ശക്തമായ കഥാപാത്രമാണെങ്കിൽ തിരഞ്ഞെടുക്കുകയുമായിരുന്നു. അതേസമയം അടുത്തിടെ ഹിറ്റ് ചിത്രങ്ങളൊന്നുമില്ലെങ്കിലും അഭിഷേക് ബച്ചൻ തന്റെ സിനിമാ തിരക്കുകളിലാണ്. ഇപ്പോഴത്തെ ഐശ്വര്യയുടെ വാക്കുകൾ തനിക്കുണ്ടായ തിരിച്ചറിവുകളെക്കുറിച്ച് മുമ്പൊരിക്കൽ അഭിഷേക് ബച്ചൻ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. കോവിഡ് സമയത്ത് അനുഭവമാണ് നടൻ പങ്കുവച്ചത്. തനിക്ക് കോവിഡ് ബാധിച്ചപ്പോൾ 1 മാസത്തോളം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നെന്ന് അഭിഷേക് പറയുന്നു. തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ മുടങ്ങിക്കിടക്കുന്ന പ്രൊജക്ടുകൾ ഓർത്തായിരുന്നു കൂടുതലും ആശങ്കപ്പെട്ടത്. വരുമാനം വരുന്നില്ല. മനസ്സിന്റെ ഈ ഭയം വന്നപ്പോൾ തന്റെ സ്വഭാവത്തിൽ പോലും പ്രകടമായിരുന്നു. അത് കണ്ട് തന്നെ ഐശ്വര്യ ഉപദേശിച്ചുവെന്നാണ് നടൻ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ആശങ്കപ്പെടുന്നത്? ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഈ സമയത്തും നമ്മുടെ കുടുംബം സന്തുഷ്ടരാണ്. എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെല്ലാം അടുത്തുണ്ട്. ഇതൊന്നുമില്ലാതെ എത്രയോ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അതെല്ലാം ഒന്ന് ഓർത്തു നോക്കൂ എന്നാണ് ഐശ്വര്യ പറഞ്ഞത്. ഭാര്യയുടെ വാക്കുകൾ തന്റെ ചിന്താഗതിയെ തന്നെ മാറ്റി. എത്ര ഭാഗ്യവാനാണ് താനെന്ന് തിരിച്ചറിഞ്ഞുവെന്നും അഭിഷേക് തുറന്നു പറഞ്ഞു. അഭിഷേകിന്റെ കുടുംബവുമായുള്ള അകൽച്ച പ്രകടമാണെങ്കിലും അഭിഷേകിനോടുള്ള ഐശ്വര്യയുടെ സ്നേഹത്തിന് അന്നും ഇന്നും കുറവില്ലെന്ന് ആരാധകർ പറയുന്നു. പ്രശ്നങ്ങളുടെ തുടക്കം അഭിഷേകിന്റെ അമ്മ ജയയുമായി സഹോദരി ശ്വേതയുമായി ഐശ്വര്യ പിണങ്ങുന്നതോടെയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അഭിഷേകിന്റെ കുടുംബവുമായി ഐശ്വര്യയ്ക്കുള്ള പ്രശ്നം പതിയെ ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തെയും ബാധിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഐശ്വര്യയുടെ പിറന്നാൾ ആഘോഷിക്കാൻ അഭിഷേകോ താരത്തിന്റെ കുടുംബത്തിലെ ഒരു അംഗമോ പോലും എത്താതിരുന്നതും അഭിഷേക് വിവാഹമോതിരം അണിയാതെ പൊതുവേദിയിൽ എത്തിയതുമെല്ലാം ഇരുവരും വേർപിരിയുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് ശക്തി പകരുന്നതായിരുന്നു. അതേസമയം നീണ്ട നാളത്തെ ഇടവേള അവസാനിപ്പിച്ച് പൊന്നിയിൻ സെൽവൻ എന്ന മണിരത്നം സിനിമയിലൂടെ നടി തിരിച്ചെത്തിയിരുന്നു. പക്ഷേ പുതിയ സിനിമകളിലൊന്നും താരം ഒപ്പുവെച്ചിട്ടില്ല. 2007 ഏപ്രിൽ മാസത്തിലാണ് ഐശ്വര്യയും അഭിഷേക് ബച്ചനും വിവാഹിതരായത്. അതേസമയം അഭിഷേകിനേക്കാളും ഐശ്വര്യയെ കരിയറിൽ സജീവമായി കാണണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. 50-കാരിയായ ഐശ്വര്യയ്ക്ക് ഇന്നും വൻ ആരാധകരുണ്ട്. മികച്ച തിരക്കഥകൾ വന്നാലേ സിനിമ ചെയ്യൂ എന്ന തീരുമാനത്തിലാണ് ഐശ്വര്യ റായ്. നടിയുടെ ഭർതൃമാതാവ് ജയ ബച്ചൻ കഴിഞ്ഞ വർഷം റോക്കി ഓർ റാണി കി പ്രേം കഹാനി എന്ന സിനിമയിൽ അഭിനയിച്ചു. അമിതാഭ് ബച്ചൻ ഇന്നും സിനിമാ രംഗത്ത് സജീവമാണ്. നടന്റെ 1-ലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്.